ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഇതിൽ ആദ്യത്തെ ചോദ്യം 423 ഇൻറ്റു 46 ഈക്വൽ 19,458 എങ്കിൽ 42.3 ഇൻറ്റു 4.6 എന്നതിൻ്റെ ഗുണനഫലം താഴെ പറയുന്നവയിൽ ഏതാണ്? അടുത്ത ചോദ്യം, ഒരു സ്വർണ്ണപ്പണിക്കാരൻ 4.5 ഗ്രാം വീതം തൂക്കമുള്ള 15 വളകൾ രൂപം മാറ്റി 2.5 ഗ്രാം വീതമുള്ള മോതിരങ്ങളാക്കി മാറ്റുന്നു. ആകെ എത്ര ഗ്രാം സ്വർണ്ണമുണ്ട്? ഈ സ്വർണം ഉപയോഗിച്ച് എത്ര മോതിരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും? അപ്പോൾ ആദ്യത്തെ ചോദ്യം 42.3 ഇൻറ്റു 4.6. അപ്പോൾ ആൻസർ അവിടെ തന്നിട്ടുണ്ട് അല്ലേ, 19,458. അതിൽ പോയിൻ്റ് മാത്രം നമ്മൾ കറക്റ്റായി ഇട്ടാൽ മതി. അപ്പോൾ 42.3 ഇൻറ്റു 4.6ൽ 0.3 എന്ന് പറഞ്ഞൊന്നുണ്ട്, പിന്നെ അടുത്തതിൽ 0.6. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് മൊത്തം 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ, 3 1 6 1, അപ്പോൾ 2 ഡിജിറ്റ്. അപ്പോൾ നമുക്ക് ആൻസറിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് മാറ്റി പോയിൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ ആൻസർ 194.58. കേട്ടോ, പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വരണം. ഓക്കെ. അടുത്ത ചോദ്യം, എ ഗോൾഡ് സ്മിത്ത് റീഷേപ്ഡ് 15 bangles each weighing 4.5 grams into rings weighs 2.5 gram each. അപ്പോൾ ഒരു സ്വർണ്ണപ്പണിക്കാരൻ എന്ത് ചെയ്തു? 15 വളകൾ, ഓരോന്നും 4.5 ഗ്രാം വീതമുള്ള 15 വളകൾ ഉരുക്കിയിട്ട് അതിനെ 2.5 ഗ്രാമുള്ള മോതിരങ്ങളാക്കി മാറ്റുന്നു. അതിലാദ്യം ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഗ്രാംസ് ഓഫ് ഗോൾഡ് ആർ ദെയർ ഇൻ ടോട്ടൽ? മൊത്തം എത്ര സ്വർണ്ണമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് 15 വളകളാണ്, അതിന് ഓരോന്നും 4.5 ഗ്രാം വെയ്റ്റുമുണ്ട്. അപ്പോൾ എങ്ങനെ? അത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആകെ സ്വർണം അല്ലെങ്കിൽ ടോട്ടൽ ഗോൾഡ് എങ്ങനെയാണ്? ഈക്വൽ 15 ഇൻറ്റു 4.5. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 67.5 ഗ്രാം എന്ന് കിട്ടും. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി റിങ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ മെൽറ്റിംഗ് ദി ഗോൾഡ്? ഈ സ്വർണം മൊത്തത്തിൽ നമുക്കറിയാലോ 67.5 ഗ്രാം ഉണ്ടെന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഈ സ്വർണത്തിൽ നിന്നും എത്ര മോതിരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും? അപ്പോൾ എന്ത് ചെയ്യുക? മൊത്തം സ്വർണത്തിൽ നിന്നും ഒരു മോതിരത്തിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 2.5, അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് റിങ്സ് ക്യാൻ ബി മെയ്ഡ്, ഉണ്ടാക്കാൻ പറ്റുന്ന മോതിരങ്ങളുടെ എണ്ണം സമം 67.5 ഡിവൈഡഡ് ബൈ 2.5. ഇതിൽ പോയിൻ്റ് വരുന്നത്, ദശാംശം വരുന്നതിനെ എങ്ങനെ നമുക്ക് ഭാഗിക്കാൻ സാധിക്കും? താഴെയുള്ളത് ഡിനോമിനേറ്റർ നോക്കുക, അവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും സീറോ ഉള്ള നമ്പർ എടുക്കുക. ഇപ്പോൾ 2.5 ആകുമ്പോൾ നമുക്ക് 10 എടുക്കാം. പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റേ ഉള്ളൂ, 5 മാത്രം. അപ്പോൾ 10 എടുക്കാം. പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണെങ്കിൽ നമുക്ക് 100 എടുക്കണം. പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് ആണെങ്കിൽ 1000 എടുക്കാം. അപ്പോൾ ഇവിടെ 2.5 ആണ് താഴെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്, അപ്പോൾ നമുക്ക് 10 എടുക്കാം. ഈ 10 കൊണ്ട് താഴെയുള്ള ഡിജിറ്റിനെയും മുകളിലുള്ള ഡിജിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 67.5 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 2.5 ഇൻറ്റു 10. അപ്പോൾ മുകളിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6750 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 250. ഇതിൽ പോയിൻ്റ് ഇടുമ്പോൾ നമുക്ക് 0.5 ആണ് മുകളിൽ, ഒരു ഡിജിറ്റ് മാറ്റി കുത്തിടുമ്പോഴത്തേക്ക് നമുക്ക് 0 പോവും, രണ്ടിലെയും 0 പോവും. അപ്പോൾ ആൻസർ 675 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടും. 675നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27 റിങ്സ് എന്നാണ് ആൻസർ കിട്ടുന്നത്. അടുത്തതായി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പട്ടികയിലെ കോളം എയിൽ കൊടുത്ത ശതമാനത്തിന് തുല്യമായ ഭിന്നസംഖ്യ കോളം ബിയിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഒരു ബോക്സ് തന്നിട്ടുണ്ട്, എ ബി എന്ന് 2 കോളം തന്നിട്ടുണ്ട്. അതിൽ എയിൽ പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത്, ബിയിൽ ഫ്രാക്ഷൻസ്. എയിൽ 25%, 75%, 33, 1/3%. ബി എന്ന് പറയുന്ന കോളത്തിൽ 1/3, 1/4, 3/4 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, കറക്റ്റായിട്ട് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ 25% എന്ന് പറയുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 100, നമ്മളത് വെട്ടി ചെയ്യുമ്പോൾ 1/4 എന്ന് വരും. അതാണ് കറക്റ്റ് ആൻസർ. 75%, 75/100, അത് വെട്ടി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3/4. 33
1/3%. അത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 1/3 ആണ്. അത് താഴത്തെ ബോക്സിൽ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് 1/3 കിട്ടുന്നതെന്ന് തന്നിട്ടുണ്ട്. അത് നോക്കി പഠിക്കുക. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. 33 1/3 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 33 × 3 + 1 / 3%. അപ്പോൾ അതെങ്ങനെ കിട്ടും? 33 × 3 99 + 1 100. 100/3 / 100. 100/3 ഡിവിഷൻ. ആ 100നെ നമ്മൾ ഡിവിഷൻ എഴുതിയിട്ട് എങ്ങനെ എഴുതും? 100 മുകളിലും അതിൻ്റെ താഴെ ഡിനോമിനേറ്റർ 1 ആണ്. അതിന് ഇപ്പോൾ ഡിവിഷനാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആ 100 എങ്ങനെ റെസിപ്രോക്കലാണ് എഴുതേണ്ടത്. 100/3 ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കൽ, അപ്പോൾ 1/100. അപ്പോൾ മുകളിലുള്ള 100ഉം താഴെയുള്ള 100ഉം വെട്ടിപ്പോകും. അപ്പോൾ ആൻസർ 1/3. അങ്ങനെയാണ് 1/3 എന്ന് പറഞ്ഞ ആൻസർ അതിന് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദിച്ചിരിക്കുന്നത്, ഒരു തൊഴിൽശാലയിലെ ജോലിക്കാരിൽ 40% സ്ത്രീകളാണ്. ആകെ 840 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്ര? അപ്പോൾ നമുക്ക് എഴുതാം സ്ത്രീകളുടെ ശതമാനം, അതായത് പെർസെൻറ്റേജ് ഓഫ് വിമൻ 40%. അപ്പോൾ നമുക്കറിയാം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ 100 ആണ് അല്ലേ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ. അപ്പോൾ 40% അല്ലെങ്കിൽ 40% സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരുടെ എത്ര ശതമാനമായിരിക്കും? ആ 100ൽ നിന്നും 40 മൈനസ് ചെയ്യുക. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് മെൻ ആണുങ്ങളുടെ ശതമാനം, പുരുഷന്മാരുടെ ശതമാനം എത്രയാണ്? 100 - 40. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ 60% എന്ന് കിട്ടും. ആ 60% ഇൻറ്റു ടോട്ടൽ എത്ര നമ്പേഴ്സ് അത് ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് മെൻ ഈക്വൽ ടോട്ടൽ എത്രയാണ്? 840 ഇൻറ്റു മെന്നിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കിട്ടി 60%. അത് 60 / 100. അപ്പോൾ 840 ഇൻറ്റു 60 / 100. അപ്പോൾ 840ൽ ഒരു 0 ഉണ്ട്, അതും 100ൽ ഒരു 0യും വെട്ടിപ്പോകും. 60ൽ ഒരു 0യും 100ൽ ഇപ്പോൾ 10 അല്ലേ താഴെ, 10ൽ ഒരു 0യും വെട്ടിപ്പോകും. അപ്പോൾ 84 × 6 504 ആണ് മെൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 15ൻ്റെ 2/3 ഭാഗം എത്ര? വാട്ട് ഈസ് 2/3 പാർട്സ് ഓഫ് 15? അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ റീനയുടെ തോട്ടത്തിൻ്റെ 4/7 ഭാഗം പൂച്ചെടികളും ബാക്കി പച്ചക്കറി കൃഷിയുമാണ്. തോട്ടത്തിൻ്റെ എത്ര ഭാഗമാണ് പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെയായിരിക്കും അത്? 4/% of Reena's garden consists of flowers and the rest is used for vegetable cultivation. What fraction of the garden is used for vegetable cultivation? അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. പൂച്ചെടികൾ നട്ടിരിക്കുന്നതിൻ്റെ 2/5 ഭാഗം റോസാ ചെടികളും 1/5 ഭാഗം മുല്ലയുമാണ്. ഇവ ഓരോന്നും തോട്ടത്തിൻ്റെ എത്ര ഭാഗമാണ്? If 2/5 of the flower plants planted are rose plants and 1/5 are jasmine plants, what fractions of the garden do each of these occupy? അപ്പോൾ ആദ്യം 15ൻ്റെ 2/3 ഭാഗം, വാട്ട് ഈസ് 2/3 പാർട്ട് ഓഫ് 15? അപ്പോൾ 15 ഇൻറ്റു 2/3, നമ്മൾ 3യും 15ഉം വെട്ടിപ്പോകും, 5 ആണ്. അപ്പോൾ മുകളിൽ 2ഉം 5 വരും. 2 5s are 10 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ. അടുത്തത്, റീനയുടെ തോട്ടത്തിൻ്റെ 4/7 ഭാഗം പൂച്ചെടികളും പൂച്ചെടികളും ബാക്കി പച്ചക്കൃഷിയുമാണ്. തോട്ടത്തിൻ്റെ എത്ര ഭാഗമാണ് പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ടോട്ടൽ എന്ന് പറയുമ്പോൾ 1 ആണ്. അതിൽ 4/7 ഭാഗം പൂച്ചെടികളാണ് നട്ടിരിക്കുന്നത് അല്ലേ? അപ്പം ടോട്ടൽ ഈക്വൽ 1. പൂച്ചെടി കൃഷി നടത്തിയിരിക്കുന്നത് ഇത് എങ്ങനെയാണ്? ഈക്വൽ 4/7. പിന്നെ അടുത്തത് വെജിറ്റബിൾ കൾട്ടിവേഷൻ അല്ലെങ്കിൽ പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് എത്ര ഭാഗത്താണ് പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ 1 ആണല്ലോ. 1 - 4/7. 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എല്ലാം 1 തന്നെയാണ്. അപ്പോൾ 1 / 1 - 4/7. അപ്പോൾ നമ്മളതെങ്ങനെയാണ് ചെയ്യുന്നത്? 1 × 7 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 7 -
1 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ താഴെ എന്തെഴുതും 1 ഇൻറ്റു 7. അപ്പോൾ മുകളിൽ 1 ഇൻറ്റു 7 എത്രയാണ് 7 മൈനസ് 1 ഇൻറ്റു 4 എത്രയാണ് 4. അപ്പോൾ 7 മൈനസ് 4 ഡിവൈഡഡ് ബൈ 7. മുകളിൽ മൈനസ് ചെയ്യുമ്പോൾ 3 താഴെ 7. അപ്പോൾ 3/7 ആണ് വെജിറ്റബിൾ കൾട്ടിവേഷനായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അടുത്തത് പൂച്ചെടികൾ നട്ടിരിക്കുന്ന ഭാഗം 2/5 ഭാഗം, റോസാ ചെടികൾ 1/5 ഭാഗം. പൂച്ചെടികൾ നട്ടിരിക്കുന്നതിൻ്റെ 2/5 ഭാഗം റോസാ ചെടികളും 1/5 ഭാഗം മുല്ലയുമാണ്. ഇവ ഓരോന്നും തോട്ടത്തിൻ്റെ എത്ര ഭാഗമാണ്? അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഫ്രാക്ഷൻ ഓഫ് ദ ഗാർഡൻ ഈച്ച് ഒക്കുപ്പൈ, അല്ലെങ്കിൽ തോട്ടത്തിൻ്റെ ഇവ ഓരോന്നും തോട്ടത്തിൻ്റെ എത്ര ഭാഗമാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കാണാം? 2/5 പ്ലസ് 1/5 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 3/5 പാർട്സ് ആണ് അല്ലേ. 3/5 ഭാഗമാണ് റോസാ ചെടികളും മുല്ലയും നട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, വില്ലുപുരം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ കുടുംബശ്രീ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുപ്പ് വിവരങ്ങളാണ് ചതുരചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ആ ചിത്രം കണ്ടല്ലോ, അതിൽ താഴ്ഭാഗത്ത്, അതായത് ഹൊറിസോണ്ടൽ ലൈനിലെല്ലാം മന്ത്സ് ആണ്, മാസങ്ങളുടെ പേരാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. വെർട്ടിക്കൽ ലൈൻ മുകളിൽ നിന്നും താഴോട്ട്, അതായത് വൈ ആക്സിസ്, അത് എന്താണ്? തൂക്കമാണ്. അത് കിലോഗ്രാമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 ബോക്സ്, മറ്റേ ചതുരചിത്രം വെള്ള ബോക്സും ഉണ്ട് കറുത്ത ബോക്സും ഉണ്ട്. അപ്പം വെള്ള കളറിൽ വൈറ്റിലുള്ളത് തക്കാളിയെ കാണിക്കാനാണ്, തക്കാളിയുടെ വിളവെടുപ്പ് കാണിക്കാനാണ്. മറ്റ് ബ്ലാക്ക് കളർ ബോക്സ് വെണ്ട, അതാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏത് മാസമാണ് ഏറ്റവും കൂടുതൽ തക്കാളി ലഭിച്ചത്? അപ്പോൾ ഏത് മാസമാണ്? ഇൻ വിച്ച് മന്ത് ഹാഡ് ദ ഹയസ്റ്റ് കൾട്ടിവേഷൻ ഓഫ് ടൊമാറ്റോ? ഓഗസ്റ്റ്. അതിൽ ടൊമാറ്റോ വൈറ്റ് കളർ ബോക്സ് ആണല്ലോ, അത് ഏറ്റവും മുകളിൽ ഏറ്റവും പൊക്കത്തിലുള്ള വൈറ്റ് ബോക്സ് ഏതിന് നേരെ ഏത് മന്തിലുള്ളതാണ് നോക്കുക. അപ്പോൾ അതാണ് ഓഗസ്റ്റിലുള്ളത്. അടുത്ത ചോദ്യം, വെണ്ടയും തക്കാളിയും ഒരുപോലെ ലഭിച്ച മാസം ഏത്? ഇൻ വിച്ച് മന്ത് ദ കൾട്ടിവേഷൻ ഓഫ് ബോത്ത് ഓക്ര ആൻഡ് ടൊമാറ്റോ ആർ ഈക്വൽ? ഏത് മാസത്തിലാണ് ഒരുപോലെ നോക്കുമ്പോൾ ആ ബ്ലാക്ക് ബോക്സും വൈറ്റ് ബോക്സും ഒരേപോലെ വരുന്നത്, ഒരേ ലെവലിൽ വരുന്നത് ഏത് മന്താണെന്ന് നോക്കുക. അത് ജൂലൈ ആണ്. അടുത്ത ചോദ്യം, 5 മാസങ്ങളിലും കൂടി ആകെ എത്ര കിലോഗ്രാം തക്കാളി ലഭിച്ചു? അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ കൾട്ടിവേഷൻ ഓഫ് ടൊമാറ്റോസ് ഇൻ ഓൾ ദീസ് 5 മന്ത്സ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 5 മന്ത്സിലും കൂടി നമുക്ക് ലഭിച്ച ടൊമാറ്റോ കൾട്ടിവേഷൻ എത്രയാണ്? നമ്മൾ ഈ 5 മാസങ്ങളിൽ ആ വൈറ്റ് ബോക്സ് അല്ലേ, അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുക. ഓരോന്നും ഏതിൻ്റെ നേരെയാണ് വരുന്നത്, എത്ര കിലോഗ്രാം എന്ന് നോക്കുക. ആദ്യം ജൂണിൽ 70 പ്ലസ് ജൂലൈയിൽ 60 പ്ലസ് ഓഗസ്റ്റിൽ 120 പ്ലസ് സെപ്റ്റംബർ 95 പ്ലസ് ഒക്ടോബർ 75. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 420 കിലോഗ്രാം എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം തയ്യാറാക്കുക. പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ഇൻ കണക്ഷൻ വിത്ത് ദ എബവ് പിക്ചർ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാം. എന്താണ്? ഏറ്റവും കൂടുതൽ വെണ്ട വിളവെടുപ്പ് നടന്ന മാസം ഏത് എന്ന് ചോദിക്കാം അല്ലേ. ഇൻ വിച്ച് മന്ത് ഹാഡ് ദ ഹയസ്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൾട്ടിവേഷൻ ഓഫ് ഓക്ര? ഓക്കെ, അങ്ങനെ ചോദിക്കാം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.